പാലെങ്ങനെ ഉണ്ടടാ? നമുക്ക് കുറച്ചു നേരം തുറന്നിട്ട് പോവാം. ശരി കേട്ടോ. അത് നോക്കണ്ട, സംഭവം നമുക്കൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഇല്ലേ? ഉണ്ടോ? ആ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ചേട്ടാ ഈ സിനിമയൊക്കെ പൊട്ടിപ്പോയത്? നമ്മൾ ഹിറ്റാവാൻ വേണ്ടിയല്ല എല്ലാ സിനിമയും ചെയ്യുന്നത്. ഏയ്, ചില സമയം അങ്ങനെയാണ്. ഇല്ലാത്തതും വേണ്ടാത്തതും ഒക്കെ കാണും. ആ സമയം നമുക്ക് വിശ്വാസമുള്ള ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുക, അത് കേൾക്കുക. അത് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ല വേണ്ടെന്ന് വെച്ചാൽ വിട്ടുകളയാ. അൾട്ടിമേറ്റ്ലി ഞാനിനി എന്താ ചേട്ടാ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞതാ. എനിക്കൊരു ഹിറ്റ് താ. അതെ, എനിക്കൊരു 5 മിനിറ്റ് താ. ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള മൂഡിലാണ്. എന്താണ് ഉദ്ദേശിച്ചത്? എടാ, അന്ന് ഞാൻ വെള്ളപ്പുറത്ത് അത് അറിയാണ്ട് പറ്റിപ്പോയതാ. ഒന്ന് പൊയ്ക്കണ്ട കേട്ടോ. അതല്ലടാ, നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ചേട്ടൊന്നു വിട്ടേ. ശരി, നിന്റെ അടുത്ത് നീ അത് വിട്ടുക ട്ടാ. ചേട്ടാ, നമ്മളെന്തായാലും ഒരു അനുരഞ്ജനത്തിനൊക്കെ പോണല്ലേ? എങ്ങനെയാണ് കൈ വീശിലുള്ളത്? ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കണ്ടേ? മൂപ്പർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാടാ? നമുക്ക് വെറൈറ്റി ആയിട്ട് ചേട്ടൻ സ്ഥിര സാധനം പിടിക്കാന്നേ. എന്ത്? കേക്ക്. പറ കേക്കട്ടെ. നല്ല ചീഞ്ഞ ഫ്രഷ് സാധനം ഒന്ന് പൊയ്ക്കണ്ട. എന്താണ് വല്ല കോമഡി പടത്തിലേക്ക് തിരിയാനുള്ള മൂളാണോ? ആ, നോക്കട്ടെ. എന്നാ കൊള്ളാം. എടാ, എന്ത് ഫ്ലേവർ മേടിക്കണോ? എന്ത് കേക്ക്? ആ ചേട്ടാ പറഞ്ഞോ, ഞാൻ കേക്ക് പറയണ. നമുക്ക് പീറ്ററോട് ചോദിക്കാം. പീറ്ററാ? ഏത് പീറ്റർ? ഹേ ശരി, കോൾ പീറ്റർ കോഴ്സാർ അസ്റ്റ്. ആ ഓക്കെ. പൈനാപ്പിൾ കേക്ക് മതി. പൈനാപ്പിൾ കേക്ക് ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ടോ? ഇതൊക്കെ ആരെങ്കിലും വാങ്ങാറുണ്ടോ? ഡേവിഡ് സാർ അല്ലേ? ഒരു പൈനാപ്പിൾ. ഓക്കെ സർ. ഏതാ ഫ്ലേവർ? പൈനാപ്പിൾ ആണ് സാർ. പൈനാപ്പിൾ എനിക്ക് അലർജി ആണല്ലോ. ഓ മൈ ഗോഡ്, ഡേവിഡ്, എന്നോടെന്താ ആരും പറയാതിരുന്നേ? ആഹാ, ഇതെന്താ? പൈനാപ്പിൾ, ഓഷ്യസ് ഫേവറേറ്റ്. അപ്പൊ അലർജി? എനിക്ക് അലർജി ഒന്നുമില്ലല്ലോ, ഞാൻ ചുമ്മാ. സാറ് നല്ല കോമഡി ഒക്കെ പറയൂലേ? അല്ല, കോമഡി ഒക്കെ പറയൂലേ? പിന്നെ സാർ, നമ്മുടെ കണ്ടിന്യൂറ്റി മുടി ഞാൻ വളരണോ? എനിക്ക് ആ പന്ന മുടി ആദ്യമേ ഇഷ്ടമല്ലേ. സാർ ഇപ്പോ ഒരു ഐശ്വര്യൊക്കെ വന്നില്ലേ സാർ? ഏതാ? അല്ല, ഐശ്വര്യൊക്കെ വന്നില്ല. ഡേവിഡ് മോനെ, നമ്മുടെ ആനിനെ പറ്റി ഒരു വിവരമല്ലോ. അതിന് നിങ്ങളിപ്പോ കാണാറില്ലല്ലോ. അല്ല, ഓൺലൈനിലൊക്കെ നമ്മുടെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡെയിലി സ്റ്റോറി ഉണ്ടാണ്. ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. എന്റെ പൊന്ന് ഡേവി, അവള് വല്ല ബ്രേക്ക് എടുത്തായിരിക്കും. വേണമെങ്കിൽ നാളെ ഞാൻ ഒന്ന് അന്വേഷിച്ച് വിളിച്ച് പറയാം. അല്ല, ഇപ്പൊ പടമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. ആ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല പനി ചേട്ടാ, പനി.
ഹലോ. സോറി ഈ സമയത്ത് വിളിച്ചതിന്. ഒന്ന് വീടിന്റെ പുറത്തേക്ക് വരാമോ? എന്താ? ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട്. എന്താ കാര്യം? പറയാം, വാ. ഹലോ ഹലോ. ആരാ താൻ? ഏട്ടായുടെ സിനിമ ഉണ്ടല്ലോ പക്ക, അതിന് അതേ അവസ്ഥയാണ് എന്റെ. അതേ സ്ഥലം അതേ അവസ്ഥ. അവസാനമായിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വിളിച്ചാണ്. ഏട്ടാ ഈ ഫോൺ എടുക്കുന്നൊന്നും ഞാൻ കരുതിയില്ല. ഹലോ, ആരാ താൻ? തന്റെ പേരെന്താ? ദേ വെറുതെ മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇപ്പൊ എവിടെയുള്ളത്? പകയിൽ നാൻസി ആണെങ്കിൽ എന്റെ ലൈഫിൽ അന്വേഷണേട്ടായി. ഏതായാലും സന്തോഷം എനിക്ക്. അവസാനമായിട്ട് ഏട്ടാടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഐ ലവ് യു ഏട്ടായി, ടു മച്ച്. ഗുഡ് ബൈ. ഹലോ, വിളിച്ച ഫോൺ തുടങ്ങി വൃത്തികെട്ടോ. അതേ സ്ഥലം അതേ അവസ്ഥ. എന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അതിന്റെ ഒരേ ഒരു ഉത്തരവാദി നീയാണ്, നീ മാത്രം. ഐ ഹേറ്റ് യു നാൻസി, ഐ ഹേറ്റ് യു. ഗുഡ് ബൈ. ഐ ലവ് യു ഏട്ടായി, ടു മച്ച്. ഗുഡ് ബൈ. ഒരാപത്തിൽ കൈവിടുന്നവരല്ല വഴിയിൽ പോകരുത്. ഇപ്പൊ തന്റെ ഭാവിയാണ് ഞങ്ങൾ എല്ലാവരുടെയും ഭാവി. എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. മാഷല്ലേ നിൽക്കണം. നീ കാരണം ഞാൻ എത്ര കണ്ടിട്ടുണ്ടോ? എനിക്കിനി കൂടുതൽ സംസാരിക്കാൻ പോലും ആരുമില്ല. അതെന്നെ കുഴപ്പം. ഗുഡ് മോർണിംഗ്. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഉള്ളിലെ വെങ്ങലിന്റെ